ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും, ഞാൻ അതിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കും. എന്നാൽ ഇതും മിഥ്യ തന്നെ. ചിരി ഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. ജ്ഞാനത്തിൽ നിന്ന് മനസ്സിളകാതെ തന്നെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ ഞാൻ നോക്കി. മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്തെന്നും ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ ഞാൻ ഭോഷത്വത്തെ ആശ്ലേഷിച്ചു. ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു. ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണിതു, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു, ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി, അവയിലെല്ലാ തരം ഫലവൃക്ഷങ്ങളും നട്ടു, തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു. എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമേ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വിലയ്ക്ക് വാങ്ങി. ജെറുസലേമിലെ എൻ്റെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്കുണ്ടായിരുന്നു. സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും സ്വന്തമാക്കി. അനേകം ഗായകന്മാരും ഗായികമാരും എനിക്കുണ്ടായിരുന്നു. മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ സമ്പാദിച്ചു. ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു. അപ്പോഴും ഞാൻ ജ്ഞാനത്തിൽ നിന്നകന്നു പോയില്ല. എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല. ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല. എൻ്റെ പ്രയത്നങ്ങളിലെല്ലാം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. ഇതെൻ്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു. എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു. സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കർത്താവേ, ഞാനങ്ങിൽ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. ആമേൻ.